भीगी भीगी सड़कों पे मैं तेरा इंतजार करूं धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा അനിയങ്ങാമിസ് ഇന്ന് നിങ്ങളുടെ എപ്പിസോഡ് 4 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെയുള്ള എപ്പിസോഡെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ലാസ്റ്റിലൊന്ന് നിർത്തിയത് എന്തോ പുറത്തൊരു വഴക്കായിട്ടായിരുന്നു. അതെന്താണെന്ന് നമുക്കിനി നോക്കാം. പിന്നെ ഇന്നത്തെ റിക്വസ്റ്റ് വേർഷനാണ്. അപ്പോൾ കണ്ടോളൂ, ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീട്ടിലേക്ക്. രേഷ്മ, എന്താ പുറത്തൊരു വഴക്ക്? എടാ, നിനക്കെന്നെ അടിക്കണോടാ? ഞാൻ അറിഞ്ഞല്ലോ നീ എന്ത് എന്നെ അങ്ങ് അടിക്കൂന്നാ. എന്നൊക്കെ ഇനി അറിഞ്ഞല്ലോ. എന്താടാ നിനക്ക് എന്നെ അടിക്കണോ? അടിക്കടാ. നീ അടിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് ചോദിച്ചാ നീ? നമുക്കൊന്ന് നോക്കാം, നീ അടിച്ചു നോക്ക്. എടാ മോനെ, നിനക്ക് എന്നെ അങ്ങ് അത്രയ്ക്കങ്ങ് അറിയില്ല എന്ന് തോന്നുന്നു. നീ ഇവിടെ പുതിയതല്ലേ, ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഞാനും പുതിയതൊക്കെ തന്നെയാണ്, പക്ഷെ വന്നെണ്ണ എന്തൊക്കെയാന്നുള്ളത് ഇവിടെ ഉള്ളവർക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്ന് അന്വേഷിച്ച് നോക്ക് ഈ ഭാഗത്ത് ആരാന്ന്, കേട്ടോ? അപ്പൊ ശരി, എന്നിട്ട് നീ അങ്ങോട്ടേക്ക് വാ, കേട്ടാ? നമുക്കൊന്ന് കാണാം. അന്വേഷിച്ചിട്ട് നേരെ അങ്ങ് വന്നാ മതി. എടാ, അത് ഇന്നലെ നൈറ്റ് ഈ ഭാഗത്ത് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. മെസ്സേജോ? എന്തിന്? അതിനവൻ ആരാ? എടാ, അവൻ ഈ വർഷം 12th ജോയിൻ ചെയ്തത്. ഓക്കെ, അല്ല അവൻ എന്തിനാ നിനക്ക് മെസ്സേജ് ഇട്ട? അത് പിന്നെ ആ 11 ഇല്ലേ, ഭാഗത്തെടുത്ത് വിരട്ടിയ ആ ചെക്കൻ, അവൻ ഇന്നലെ എന്നെ പ്രപ്പോസ് ചെയ്തില്ലേ. അപ്പോൾ അവൻ പറഞ്ഞ ഇവനെന്തോ ആ ഭാഗത്തിനെ അടിക്കൂന്നാ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അതിന് ആ സമയത്ത് അവൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ഭാഗത്ത് ഇന്നലെ വന്നതും ഇല്ല. ഓ, എന്നിട്ട് പിന്നെ ഇങ്ങനെ അവൻ അറിഞ്ഞ? ആരോ പറഞ്ഞറിഞ്ഞെന്നാ അവൻ പറഞ്ഞ്. പിന്നെ ഇന്നലെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത് ഈ ഭാഗത്ത്. ആഹാ, കൊള്ളാലോ. നടക്കട്ടെ. ഒന്ന് പോടി, അങ്ങനെ ഒന്നുമില്ല. ശരി ശരി, അത് വിട്. നീ അത് പറഞ്ഞല്ലോ, അവൻ എന്താ മെസ്സേജ് അയച്ചേ? പറ. ഹായ്. ഹലോ. എടാ, ഇന്ന് തന്നെ ഒരു പയ്യൻ പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസ് ചെയ്തു? അവൻ എന്നെ അടിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞു. അയ്യോ, അത് വിട്ടേക്ക്, വെറുതെ പ്രശ്നമാക്കല്ലേ. ഇല്ലടാ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ. ഓ, ഇതാണല്ലേ കാര്യം. ഓക്കെ. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ? ഓ, ചോദിക്കട്ടെ. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ കമ്പനി ആയേ? അതും ഇത്ര പെട്ടെന്ന് കമ്പനി ആയോന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് അക്ഷയ, അവള് ഇപ്പോൾ വേറെ സ്കൂളിലാണ്. അവള് കഴിഞ്ഞ 10th വരെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ 12th ഒരു ചേട്ടനാണ് അവളുടെ ബോയ് ഫ്രണ്ട്. അപ്പോൾ ആ ചേട്ടൻ വഴി അക്ഷയ ഒരു കാര്യം അറിഞ്ഞു. അത് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. അതെന്ത് കാര്യം? ഭാഗത്തിന് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. ശേ, നിന്നോടോ? കൺഗ്രാറ്റ്സ്. നിക്ക്. അപ്പം ഞാൻ പറഞ്ഞ അത് ഞാനാവൂല, എൻ്റെ കൂടെ ഒരു പുതിയ കൊച്ചുണ്ട്, അവളോടാവും എന്ന് ഞാൻ പറഞ്ഞു. എന്ത്, എന്നോടോ? ഒന്ന് പോ. ഓഹോ, ശരി. അക്ഷയ പറഞ്ഞ് അല്ല, അവളുടെ BF-നെ എന്നെ നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞ് നീ തന്നെയാന്ന്, അതായത് ഞാൻ തന്നെയാന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ആഹാ, പൊളിച്ച്. അപ്പോൾ എല്ലാ ഉടനെ ഉണ്ടാവുമല്ലോ. ഒന്ന് പോടി, അങ്ങനെ ഒന്നുമില്ല. കൊച്ചിനെ മുഖം പെട്ടെന്ന് ചുമന്ന് തുടുത്തല്ലോ, പെട്ടെന്ന് ബ്ലഷ് അടിച്ച്. ഷൈ ആയല്ലോ പെട്ടെന്ന്. നടക്കട്ടെ. അവന്ന് പ്രപ്പോസ് ചെയ്താൽ നമ്മളായിട്ട് ഒന്ന് അറിയിക്കണേ. ഒന്ന് പോടി, അങ്ങനെ ഒന്നുമില്ല. ശരി. ഈ കാര്യം അശ്വിനിയോടും അവന്തികയോടും പറഞ്ഞോ? ഓടാ, നേരത്തെ പറഞ്ഞു. പ്രിയ. ഓ, എന്തോ പറഞ്ഞു? എടാ, ഇന്നലെ ഈവനിങ് ഒരു കാര്യം സംഭവിച്ചു. എന്ത് കാര്യം? നീ കാര്യം പറ. ഞാൻ പറയാം. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് അവിടെ വരെ വരാവോ? ഈശ്വര, പിന്നെ എന്തിനാണോ എന്തോ, എന്തായാലും പോയി നോക്കാൻ. എടോ, ഞാൻ തന്നോടാ പറഞ്ഞ ഒരു കാര്യം പറയണം, ഒന്ന് വരാവോ? നീ എന്താ പറഞ്ഞു?
എടോ, എനിക്ക് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. തനിക്ക് എങ്ങനെയാ? അത് പിന്നെ കുഴപ്പമില്ല, നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ വെയിറ്റ് ആക്കാം. നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സായിട്ടിരിക്കാം. ഞാൻ ആലോചിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞോ മറ്റോ എന്താന്ന് പറയാം. അത് മതിയോ? ഓ മതി, അങ്ങനെ മതി. കൺഗ്രാറ്റ്സ് ഡി. എന്തെങ്കിലും നീ യെസ് പറഞ്ഞോ? ഇല്ല, ഒരാഴ്ച കഴിയട്ടെ. ഇങ്ങനെ പെട്ടെന്ന് കയറി പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് വെയിറ്റ് ആക്കട്ടെ. ശരി ശരി, ആസ് യു വിഷ്. എടാ, എന്താ പരിപാടി ഇവിടെ? യൂത്ത് ഫെസ്റ്റിന് പാട്ട് മത്സരം, ഡാൻസ് എക്സെട്ര അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. അല്ല, അപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടോ? പിന്നെ ഗസ്റ്റൊക്കെ ഉണ്ട്, ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ, അപ്പോൾ പ്രസംഗമൊക്കെ ഉണ്ടാവും. ബോറടിച്ച് ചാവും. സത്യം. അങ്ങനെ ഇരുന്നപ്പോൾ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് പ്രിയയും ഫ്രണ്ട്സും എല്ലാവരും ബോറടിച്ച് പോസ്റ്റായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു പാട്ട് പ്രിയ ശ്രദ്ധിച്ചു. സ്റ്റേജിൽ ഇനാഗ്രേഷന് വേണ്ടി പാടുന്നതായിരുന്നു. നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരിതൻ പാൽമഴതാ നാൾവഴിയേ നമണയേ ഉയലിടാൻ കാട്ടലതാ സായുജ്യമായും നിതാ ഈ ഭൂമി പാടും പാട്ടിൻ ഭാരങ്ങളില്ലാതെ രാവിതിരുളുകയാ പ്രിയ അതിലേക്കായി. അങ്ങനെ ആ സോങ് തീർന്നു. പ്രിയ പ്രിയ അവളെ തട്ടി വിളിക്ക്. അവളെ ഏതോ സ്വപ്നലോകത്തേക്ക് പോയി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. മൈൻഡ് എങ്ങോട്ടോ പോവും. ഇപ്പൊ വീണ്ടും അങ്ങനെയായെന്ന് തോന്നുന്നു. നീ തട്ടി വിളിക്ക്, അപ്പോൾ തിരിച്ചു വന്നോളാം മൈൻഡ്. ഓക്കെ. പ്രിയ പ്രിയ എന്തോ എന്താ കാര്യം? മോളെ എവിടെയായിരുന്നു? ഞാനെവിടെ പോവാൻ? നീയല്ല, നിന്റെ മൈൻഡ് എവിടെയായിരുന്നു? അങ്ങനൊന്നുമില്ല. അല്ല, എന്തോ ഉണ്ടല്ലോ. അത് പിന്നെ ഒന്നുമില്ല, വിട്ടേക്ക്. അല്ല, പാടിയിട്ട് പോയില്ലേ പുള്ളിക്കാരൻ? ഇവിടുത്തെ പാട്ടുകാരൻ. ഗസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ യൂത്ത് ഫെസ്റ്റ് മത്സരം അങ്ങനെ മിക്കതിലുണ്ട്. അർജിത്ത് എന്നാ പേര്. ഇവിടുത്തെ 12th ഓ ഓക്കെ. എന്താണ്, എന്തേലും ഉണ്ടായോ? ഒന്നുമില്ല. അന്നൊരിക്കൽ നമുക്ക് എല്ലാവർക്കും ടാസ്ക് ഒക്കെ തന്ന് ഗെയിം കളിപ്പിച്ചില്ലേ? അന്ന് എൻ്റെ ഗ്രൂപ്പിലായിരുന്നു ആ പുള്ളി, അതുകൊണ്ട് കേട്ടതാ. ശരി ശരി. ആസിഫ, നീയും പാടുന്നുണ്ടോ? അതേടാ, ഞാനും ഉണ്ട്. നോക്കട്ടെ ആ പാട്ട്. ആഹാ, കൊള്ളാലോ. അതെ, ചേട്ടൻ പാട്ടിന് ചേർന്നിട്ടുണ്ടോ? അതേടോ, പാട്ടിനുണ്ട്. ആഹാ, ഓൾ ദി ബെസ്റ്റ്. അല്ല, ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? താങ്ക്സ് ഡോ. ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടോ. എന്തിന്? അതൊക്കെ വിട്ടേക്ക്, കൂളാവ്. നമ്മളൊക്കെയല്ലേ ഉള്ളൂ. അതും നിങ്ങളെ നല്ല പാട്ടുകാരനല്ലേ, നന്നായി പാടുകയും ചെയ്യും. ഞാൻ കേട്ടായിരുന്നു. യു ക്യാൻ, കമോൺ, നിങ്ങളെ കൊണ്ട് പറ്റും. ഡു യു. ശരിയടോ, ഞാൻ ചെല്ലട്ടെ. ഓക്കെ ഓക്കെ, നന്നായിട്ട് പാടിട്ടോ. എന്നാലും അവൻ എൻ്റെ മൈൻഡിൽ നിന്നും പോണില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? വേണ്ട, ഇത് ശരിയാവില്ല. എന്തോ ഒരു സ്പാർക്ക് തോന്നി, പക്ഷേ വിട്ടേക്ക്. ശരിയല്ല ഇത്, മറന്നേക്ക്. ആ പാട്ടിലൂടെ ആ പാട്ടുകാരൻ പ്രിയയുടെ മനസ്സ് കയറിപ്പറ്റി. അവൾ അതിൽ വീണുപോയി. അതിനുശേഷം അവൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ അവനെ നോക്കാനും അവനെ അന്വേഷിക്കാനും ഒക്കെ തുടങ്ങി. എപ്പോഴും ക്ലാസ്സിൻ്റെ വഴി കൂടെ പോകുമ്പോൾ ക്ലാസ്സിനകത്തേക്ക് നോക്കി അങ്ങനെ
അങ്ങനെ പതിയെ പതിയെ അവനോട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടായി തുടങ്ങി അവൾക്ക്. നിക്ക് ഞാൻ ചോദിക്കട്ടെ, എന്താ കാര്യം? സത്യം പറ, കുറേ ശ്രദ്ധിക്കുന്നു. നിനക്ക് അർജിത്തിനോട് ക്രഷ് ഇല്ലേ? അത് അല്ല, അങ്ങനെയൊന്നുമില്ല. ഒന്ന് പോയെ. എന്തോ ഉണ്ട്, അത് ഉറപ്പാ. എടാ എനിക്ക് അറിയില്ല. അതിന് മുന്നേ നീ ഒരു കാര്യം അറിഞ്ഞാലേ നിനക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവും. അതെന്നതാ അങ്ങനെ ഒരു കാര്യം? അത് പിന്നെ നീ ഓക്കെ അല്ലെങ്കിൽ വേണ്ട, പറയണ്ട പറ്റിക്ക്. ഓക്കെ അല്ല, പക്ഷേ ഇവിടെ ഇതാകെ രേഷ്മയ്ക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ എന്നോടും പറ. ശരി, ഞാൻ പറയാം. ഓ എടാ, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു. അത് പിന്നെ പറ. ഐ നീഡ് ടു നോ ഇറ്റ്. കാരണം ഇത് ഞാൻ അത്ര ട്രസ്റ്റ് ചെയ്യുന്നവർ മാത്രം പറയുന്ന കാര്യമായിരുന്നു. ആ ട്രസ്റ്റ് ചെയ്തവർ കൂടെ ഇങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ പറയാം. അപ്പോൾ എല്ലാം അറിയൂ, അതും അവനും. അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയൂ? അതറിയില്ല. ചിലപ്പോൾ പാട്ടുകാരൻ അറിഞ്ഞു കാണും. ബട്ട് ഐ എം നോട്ട് അറ്റ് ഓൾ ഷുവർ. ഞാൻ എന്താ പറയാ, ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നില്ല. വല്ലാത്തൊരു ചതിയായിപ്പോയി. ഞാൻ അങ്ങനെ കരുതിയിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഇപ്പം ഞാൻ എല്ലാം മനസ്സിലാക്കി. അതുപോലെ പലതും ഫ്രണ്ട്ഷിപ്പിലെ കൂടെ ട്രസ്റ്റ് എനിക്ക് പോയി കിട്ടി. എടാ വിട്ടേക്ക്, ആരെയും കൂടുതൽ ട്രസ്റ്റ് ആക്കില്ലെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ശരി, നീ അത് വിട്, പോട്ടെ. ഓക്കെ. അതെ, നിനക്ക് എനിക്ക് ഓക്കെയാണ്. എനിക്ക് വയ്യ. അവരെങ്ങനെയൊന്നും ചാറ്റും അതുപോലെ തന്നെ കോളിങ്ങും ഒക്കെ ചെയ്ത് അതങ്ങനെ അങ്ങ് പോയി. സ്കൂൾ ബസ് അന്നത്തെ ദിവസം സ്കൂളിൽ എത്താൻ കുറച്ചൊന്ന് ലേറ്റായി. അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പ്രിയ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. ഇവരെന്താ കഴിഞ്ഞ ഇയർ പോലെ ആവല്ല കേട്ടോ. അതിനായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടല്ലോ. ഇനി എങ്കിലും നല്ലപോലെ പോണം. പിന്നെ ഈ ഇയർ ഹാഫ് വെച്ചാണ് താൻ വന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് ശ്രദ്ധിച്ചങ്ങ് പഠിച്ചോണേ കേട്ടോ. ടീച്ചർ മേ ഗെറ്റ്? ആ പ്രിയ ഗെറ്റ്. അപ്പോൾ വൃന്ദ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എന്നാൽ പിന്നെ ചെന്ന സീറ്റിലോട്ടിരുന്നു. ഓക്കെ ടീച്ചർ. അയ്യോ, പുതിയതായി വന്നതായിട്ട് തോന്നുന്നില്ലല്ലോ. ചോദിച്ചാലോ? അയ്യോ വേണ്ട, ആളെ ഇങ്ങനത്തെ നേച്ചറാണെന്ന് അറിയില്ലല്ലോ. ടീച്ചർ പറഞ്ഞത് കേട്ടത് വെച്ച് കുറച്ച് ടെററാണെന്നാണ് തോന്നണേ. അതുകൊണ്ട് അങ്ങോട്ട് പോണ്ട. അപ്പം നമുക്ക് പുതിയതായി ടീച്ചർ മേഘറ്റ്. അപ്പോൾ മിസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ആരാ വന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മിസ് പിന്നെ ഇനി തൊട്ട് വീഡിയോ ലിമിറ്റഡ് ആയിരിക്കും. ഒരുപാട് ലെങ്തിലിടാൻ പറ്റത്തില്ല. ഫോണിൻ്റെ കപ്പാസിറ്റി അത്ര ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഇന്നത്തെ പോലത്തെയൊക്കെ അവസ്ഥ കാണത്തുള്ളൂ. പിന്നെ ഇന്ന് ഒരുപാട് ലേറ്റായി എന്നറിയാം. ഇതിനെല്ലാം സോറി. കാരണം ഫോണിൻ്റെ കുറേ കംപ്ലൈൻറ്റ് ഇഷ്യൂസ് കാരണം എഡിറ്റായി സെറ്റായിട്ട് കൂടി ബാക്കിയെല്ലാം എന്തൊക്കെയോ ഇതൊക്കെ മാറിക്കിടന്നു. അപ്പോൾ അതെല്ലാം ഒന്നേന്ന് ശരിയാക്കി വന്നപ്പോൾ ഇത്രയും ലേറ്റായത്. അപ്പോൾ മിസ് ഇനി നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ കാണാം നെക്സ്റ്റ് എപ്പിസോഡായിട്ട്. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. കൺസാപ്നിത.